ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണ്, അവരുടെ ചിന്തകളിൽ നിങ്ങൾ ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരെക്കുറിച്ച് നന്നായിട്ട് തിങ്ക് ചെയ്യുക. ആ ഒരു തിങ്കിങ് അല്ലെങ്കിൽ ആ ഒരു തോട്ട്സ് മനസ്സിലേക്ക് കൊണ്ടുവന്ന് പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്ട് ആവാനായിട്ട് നോക്കണം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. King of Cups, Ten of Wands, Seven of Cups, Eight of Cups, Four of Cups, Death and Rebirth, Knight of Cups, Eight of Wands, the Fool energy, Ten of Swords, the Empress, Eight of Pentacles, the Lovers, the Moon energy, Two of Cups, the Tower energy, Two of Pentacles, Page of Swords. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് നയൻ ഓഫ് സോഴ്സ് ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ലെവൽ നോക്കാം. അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഇവിടെ കാണുന്നത്. കാരണം ഇവിടെ നമുക്ക് ഫസ്റ്റ് എടുത്തപ്പോൾ തന്നെ വന്നിരിക്കുന്ന കിങ് ഓഫ് കപ്സ് ആണ്. അതുപോലെ ബോട്ടം ഓഫ് ദി ഡെക്ക് ആണെന്നുണ്ടെങ്കിലും നയൻ ഓഫ് സോഴ്സ് ആണ്. ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഭയങ്കരമായിട്ടൊരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നവരായിരിക്കാം. ഒരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ലാതെ രണ്ടുപേരും സ്പ്ലിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ നിങ്ങളുടെ ഒരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ എനർജിയിലും വളരെയധികം ഒരു സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ഇവർക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഭയങ്കരമായൊരു സ്നേഹം, ആത്മാർത്ഥത കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. ഇപ്പോ ആത്മാർത്ഥത കാണിക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിലവിൽ ഇവരുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളോട് ഒരു അടുപ്പം ഈ ഒരു പേഴ്സൺ ഇപ്പൊ തോന്നുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരന്തരമായിട്ട് ഈ ഒരു വ്യക്തിയെ കുറിച്ച് ഓർത്ത് ഇപ്പോഴും ആ ഒരു പെയിൻഫുൾ ആയ എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടുണ്ട് എങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾക്ക് മനസ്സ് തുറന്നൊന്ന് ചിരിക്കാനോ സന്തോഷിക്കാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല. ഇപ്പോഴും ആ ഒരു ദുഃഖം, ആ ഒരു മനോവേദന നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു പരിവർത്തനം അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് കാത്തിരിക്കുന്നവരാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ ലൈഫിലേക്ക്, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ. തീർത്തും ഒരു ഒറ്റപ്പെടലുകളിലൂടെയാണ് നിങ്ങളിപ്പോ കടന്നു പോകുന്നത്. നിങ്ങളുടെ എനർജി ആ ഒരു രീതിയിലാണ്. നിങ്ങൾക്ക് ഒന്നിലേക്കും പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല. ഇതേ അവസ്ഥകളിൽ കൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും കടന്നു പോകുന്നത്. അവരിപ്പോ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ചുറ്റിപ്പറ്റി നിന്നിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിൽക്കുന്ന ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് എല്ലാം പൂർണ്ണമായിട്ടും അവരിൽ നിന്നൊക്കെ റിലീസ് ചെയ്യാനായിട്ട് അവരായിട്ട് തന്നെ ഇപ്പോൾ എഫേർട്ട് എടുക്കുന്നുണ്ട്. മനസ്സിനെയൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നെഗറ്റിവിറ്റി കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് റിമൂവ് ആകുമ്പോൾ
പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട്സ് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവരുടെ ലൈഫിലേക്ക് കടന്നു വരണം എന്നിവരിപ്പോ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വളരെ ഒരു ഡൗൺ സ്റ്റേജിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു ഡൗൺ സ്റ്റേജിൽ നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തില് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവരുടെ ചിന്തകളിൽ നിങ്ങൾ ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ നമുക്ക് പറഞ്ഞു വരാം. ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങളുടെ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ എനർജിയിലേക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അവരുടെ എനർജീനെ ഭയങ്കരമായിട്ട് തൊട്ടറിയാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ തമ്മിൽ അത്രത്തോളം ഒരു ബോണ്ടിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടുപോയിരുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഓർമ്മകൾ നിരന്തരമായിട്ട് നിങ്ങളെ ഇപ്പോൾ അലട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്കൊക്കെ വന്നിട്ട് നിങ്ങൾ കുറച്ചധികം നാളുകളായിട്ടുണ്ടായിരിക്കാം. പക്ഷെ പെട്ടെന്ന് കുറച്ച് നാളുകളായിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഇവരുടെ ഓർമ്മകൾ നിരന്തരമായി നിങ്ങളുടെ മനസ്സിലേക്ക് വരിക, വീണ്ടും വീണ്ടും ആ ഒരു പെയിൻ നിങ്ങൾക്ക് ഇങ്ങനെ കുത്തി നോവിക്കുന്ന രീതിയിലേക്ക് വരിക, എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് പോവുകയാണ് എന്ന് തോന്നുക. ചിലവരെ സംബന്ധിച്ച് ഭയങ്കര ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പെയിൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ മറ്റു ചിലവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഹാപ്പിനെസ് ആയിരിക്കാം വരുന്നത്. ആ ഒരു എനർജി പെട്ടെന്ന് ഇൻക്രീസ് ആയിരുന്ന പോലെ. അതുപോലെ തന്നെ നിങ്ങൾ യൂണിവേഴ്സൽ സയൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് സംഭവിക്കാനായിട്ട് പോകുന്ന നിമിഷങ്ങളാണ് മുന്നോട്ടേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു എനർജിയും ഈ ഒരു യൂണിവേഴ്സൽ സപ്പോർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന യൂണിവേഴ്സൽ സയൻസ്, അതിപ്പോ ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ബട്ടർഫ്ലൈസ്, യെല്ലോ ബട്ടർഫ്ലൈസ്, വൈറ്റ് ബട്ടർഫ്ലൈസ്, യൂണിവേഴ്സൽ സയൻസ് കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് കാണുക. അങ്ങനെയൊക്കെ നിങ്ങൾ കാണുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിൽക്കുന്നതാണ്. മുന്നോട്ടേക്ക് നോക്കുമ്പോഴുള്ള കാര്യങ്ങളും കൂടെ വെച്ചിട്ട് വേണം കണക്ട് ചെയ്യാൻ. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഒരു ബാഡ് കർമ്മ ഇവിടെ അവസാനിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കടന്നു വരാൻ പോകുന്നത്. എല്ലാ രീതിക്കും യൂണിവേഴ്സൽ സപ്പോർട്ടോട് കൂടിയുള്ള ഒരു ന്യൂ ബിഗിനിങ്. ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ തോട്ട്സ്, ചിന്തകൾ ഇതെല്ലാം കടന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ്. ഇവരുടെ കാഴ്ചപ്പാടുകൾ, കാര്യങ്ങൾ എല്ലാം ഒരു വ്യത്യസ്തത കൈവന്നിരിക്കുന്നു. നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്നൊരു ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇവരുടെ മനസ്സിനെ ഇപ്പൊ ആഴത്തിൽ വേദനിപ്പിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു പേഴ്സണ് അത്രത്തോളം സപ്പോർട്ടും കെയറിങ്ങും സ്നേഹവും എല്ലാം കൊടുത്തവരായിരിക്കാം. എല്ലാവരും സ്നേഹം കൊടുത്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ കാര്യത്തിൽ വ്യത്യസ്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ലൈഫിൽ അപ്രതീക്ഷിതമായിട്ട് എന്തൊക്കെയോ വലിയ രീതിയിലുള്ള സ്ട്രഗിളിങ്സ് കാര്യങ്ങളൊക്കെ വന്ന സമയത്തായിരിക്കാം അവർ നിങ്ങളിലേക്ക് കണക്ട് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇവർക്ക് വേണ്ട എല്ലാവിധ മെന്റൽ സപ്പോർട്ടും അവർക്ക് മറ്റാരും കൊടുക്കാത്ത രീതിയിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്രയും സപ്പോർട്ട് ചെയ്ത് ഇവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന വ്യക്തികളാണ് നിങ്ങൾ. അങ്ങനെയുള്ള ഒരു വ്യക്തികളായതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ സംഭവിക്കാനുള്ള കാരണം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും, അതിപ്പോ നിങ്ങളുടെ പേഴ്സന്റെ മിസ്റ്റേക്സ് ആണെങ്കിൽ പോലും അവരിപ്പോ അത് റിയലൈസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട് നിങ്ങളോട് ചെയ്യേണ്ടി വന്നതിൽ. ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളെ പ്രവർത്തിച്ച് അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പൊ ഭയങ്കരമായ ഒരു റിഗ്രറ്റ് ഫീൽ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ചുറ്റിനും ഇവരുടെ ഒരു കരിയർ ആയിക്കൊള്ളട്ടെ, സാമ്പത്തികം ആയിക്കൊള്ളട്ടെ, ഇവരുടെ ഫാമിലി ആയിക്കൊള്ളട്ടെ, ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ, ആരൊക്കെ ചുറ്റിനും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരിപ്പോ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ എനർജീനെയാണ് അവരുടെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് അവരുടെ ലൈഫിൽ അവർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എവിടെയാണോ നിങ്ങളെ ഇട്ടിട്ട് പോയത്, ഉപേക്ഷിച്ച് പോയത്, ആ ഒരു സ്ഥലത്തേക്ക് വീണ്ടും അവര് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേ സ്ഥലത്ത് തന്നെ നിങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് അവരിപ്പോ വരുന്നത്. കാരണം അവർക്കറിയാം നിങ്ങൾ എത്രത്തോളമാണ് ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതേ വിശ്വാസത്തോടു കൂടി നിങ്ങളെ തിരിച്ച് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുപോകാനും അവർ ചെയ്ത തെറ്റുകളെല്ലാം നിങ്ങളോട് ഏറ്റു പറയാനുള്ള ഒരു മനസ്സ് അവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം കുറ്റബോധം എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും സപ്പോർട്ട് ചെയ്ത വ്യക്തികളായതുകൊണ്ട് തന്നെ അവര് മുന്നോട്ടേക്ക് നിങ്ങളെ അവഗണിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവർ മുന്നോട്ടേക്ക് പോകുമ്പോൾ അവർക്ക് അവിടെ ഒരു കർമ്മ, ഒരു തീപ്പൊള്ളൽ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവർക്ക് എവിടെ നിന്നോ അപ്രതീക്ഷിതമായിട്ടൊരു പൊള്ളൽ ഏറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവികപരമായ പൊള്ളൽ ഏൽക്കുക എന്ന് പറയുമ്പോഴേക്കും വലിയ രീതിക്ക് ഒരു പ്രശ്നം എന്നുള്ളൊരു എനർജി അല്ല ഇവിടെ കിട്ടുന്നത്. ഒരു തിരിച്ചറിവിന്റെ തിരിച്ചടി എന്ന് വെച്ചാൽ അവർക്കൊരു ഉണർവ് വരിക, അവർക്കൊരു വെളിച്ചം വരിക മനസ്സിലേക്ക്. അവർ ചെയ്തു പോയ കാര്യങ്ങളൊന്നും അവർ കാണാതെ നടിച്ചവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടേതായ തിരക്കുകളിൽ അവർ മറന്നു കളഞ്ഞവരാണെന്നുണ്ടെങ്കിൽ, മറന്നു പോയി എന്ന് പറയാൻ പറ്റില്ല, മറന്നു കളഞ്ഞവരാണെന്നുണ്ടെങ്കിൽ
ആ ഒരു യൂണിവേഴ്സൽ പ്രപഞ്ച ശക്തി അവരെ അതെല്ലാം വീണ്ടും ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ആ ഒരു ഓർമ്മകള് അവരുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുകയും അതോടൊപ്പം വലിയ രീതിക്ക് ഒരു പൊള്ളലേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പ്രകാശമായിരുന്നു നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നുള്ളത് അവർ വീണ്ടും റിയലൈസ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഓർത്തെടുത്തിരിക്കുകയാണ്. അപ്പൊ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം നിങ്ങളോടൊരു മാപ്പപേക്ഷ നടത്തുക, അല്ലെങ്കിൽ ഏറ്റു പറയുക. അതോടൊപ്പം നിങ്ങൾ എവിടെയാണോ അവർ നിർത്തിയിട്ട് പോയത് അതേ സ്ഥലത്തേക്ക് അവരായിട്ട് തന്നെ തിരിച്ചു വരിക. തിരിച്ചു വന്ന് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോവുക. ആ ഒരു മനസ്സാണ് നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പൊ വന്നു തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ടെൻ ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പേഴ്സന്റെ അവസ്ഥയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു റിഗ്രറ്റ് ഫീൽ വന്നിരുന്നപ്പോൾ അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിൽ ഏറ്റിരിക്കുന്ന ഭാരം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടൊരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലൂടെയാണ് അവർ മുന്നോട്ടേക്ക് പോകുന്നത്. അവർക്ക് സ്വയം തോന്നി തുടങ്ങിയിരിക്കുന്നു ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ പോയാൽ പറ്റില്ല, ഇതിനൊരു മാറ്റങ്ങൾ വേണം എന്നുള്ളത്. പക്ഷെ അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നിങ്ങളോട് ഏത് രീതിയിലാണ് ഒരു മാപ്പ് പറയേണ്ടത്, വെറുതെ വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് ഒരു പരിഹാരം ആകുമോ, ഈ ഒരു കൺഫ്യൂഷൻ അത് അവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളുള്ള ഒരു പേഴ്സൺ തന്നെയായിരിക്കാം നിങ്ങളുടേത്. ഓപ്ഷൻ എന്ന് പറയുമ്പോഴേക്കും അവരുടെ ലൈഫിൽ അവർക്ക് നല്ല കരിയർ ഉണ്ടായിരിക്കാം, ഫിനാൻഷ്യൽ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും അതുപോലെ സൊസൈറ്റിയിലൊക്കെ നല്ല പേര് കാര്യങ്ങളൊക്കെ എടുത്തു നിൽക്കുന്നവരായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ഓപ്ഷൻസ് എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞാലും അവർക്കിപ്പോ അവരുടെ ലൈഫിൽ ഒരു പ്രകാശം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്ട്രെങ്ത് വീണ്ടെടുക്കാനായിട്ട് അല്ലെങ്കിൽ അവരെന്ന് പറയുന്ന പേഴ്സണെ ഏറ്റവും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള നിങ്ങളെ തന്നെ അവരുടെ ലൈഫിലേക്ക് ഒരു കൂട്ടായിട്ട് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ആഗ്രഹം അവരുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ആഴത്തിൽ വേദനിപ്പിക്കുന്നുമുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു റീബർത്ത്, ഒരു റീസ്റ്റാർട്ടിങ് വേണമെന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. എവിടെയാണോ നിന്ന് പോയത് അതേ സ്ഥലത്ത് നിന്ന് അവരായിട്ട് തന്നെ വന്ന് അവരായിട്ട് തന്നെ എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ ആക്ഷൻ എടുത്ത് അതിനെ ഒന്ന് ക്ലിയർ ചെയ്യുക. വീണ്ടും അവിടെ നിന്ന് അതിനെ റിപ്പയർ ചെയ്ത് വളരെ ഭംഗിയായിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് കൊണ്ടുവന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഒരു സന്തോഷം, സമൃദ്ധി, ഒരു സന്തോഷകരമായ പരിസമാപ്തി തന്നെയായിരിക്കണം റിലേഷൻഷിപ്പിൽ വരുത്തേണ്ടത്. അവർക്ക് ഈ ഒരു കുറ്റബോധവും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളും എല്ലാം കൂടെ വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരുടേതായ കാര്യങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അവർ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ഒരു മൈൻഡിലാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ടെൻ ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. ഒരു മരണതുല്യമായ വേദനയിലൂടെ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികൾ. മരണതുല്യം എന്ന് പറയുമ്പോൾ 1000 അമ്പുകൾ ഒരുമിച്ച് കുത്തിയിറങ്ങുന്ന ഒരു വേദന എന്ന് വെച്ചാൽ അവർക്ക് അത്രയും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിലെ പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തികളാണ്. വെറുതെ ഒരു കണക്ഷൻ ആയിരുന്നില്ല നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്. വളരെ ഒരു സ്ട്രോങ് ബോണ്ടിങ് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോൾ കണക്ഷൻ ഉള്ള വ്യക്തികളായിരുന്നു. എല്ലാ കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും നല്ല സ്നേഹത്തോടു കൂടി മുന്നോട്ടേക്ക് പോയവര്. അപ്രതീക്ഷിതമായിട്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇവരുടെ ബിഹേവിയർ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ചേഞ്ച് ആയതൊക്കെ അപ്രതീക്ഷിതമായിട്ടായിരിക്കാം. തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോഴേക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചിന്തിച്ചു കൂട്ടിയിട്ട് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ തമ്മിൽ തിരിക്കാനായിട്ട് അതായത് തെറ്റിദ്ധരിക്കാനായിട്ട് ഒരുപാട് പുറത്തുള്ള വ്യക്തികളൊക്കെ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ അത്രയും ഒരു പെയിനിലൂടെ മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടേതായ ഒരു കരിയറിലേക്ക് അല്ലെങ്കിൽ അവരുടേതായ ദൈനംദിന കാര്യങ്ങളിലേക്ക് പോലും അവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. എങ്കിലും അതിനവർക്ക് കഴിയുന്നില്ലെങ്കിൽ പോലും അവരിപ്പോ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇതൊരു സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് അവർ മാറ്റി വെച്ചിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് അവർക്ക് ആദ്യം അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടുവരണം. എങ്ങനെയാണോ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് ഒരു സമയത്ത് അതേ രീതിയിൽ തന്നെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുക. നിങ്ങൾ അവർക്ക് ചിലപ്പോൾ ഒരുപാട് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അതെല്ലാം എടുത്തു വെച്ച് നോക്കുക. അതുപോലെ നിങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ല നല്ല മൊമെന്റ്സ്, നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ്, കാര്യങ്ങൾ ഇതെല്ലാം എടുത്ത് നോക്കുമ്പോൾ അവർക്ക് അത്രയും ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അവരുടെ ഹൃദയം നിങ്ങളുടേതായ ഒരു സമീപനത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ കൊതിക്കുന്നുണ്ട്. വൈകാരികപരമായ ഒരു എനർജി തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വൈകാരികപരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കപ്പ് എനർജി കൂടുതൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു എനർജി ഇവിടെ പ്രധാനമായിട്ട് കാണിക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ
ഹൃദയം കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ നിങ്ങളോട് പലവട്ടമായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു മാപ്പപേക്ഷ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരിക്കാം. ഒരു സമയത്ത് അവർ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സ്ട്രോങ് ഡിസിഷൻസോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ ഒരു ജഗ്ലിംഗ് എനർജി വേണോ വേണ്ടയോ എന്നുള്ള രീതിക്കൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പോകട്ടെ എങ്ങനെയെങ്കിലും പോകട്ടെ, ആ ഒരു മെന്റാലിറ്റിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് പോയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സ്ട്രോങ് ഡിസിഷൻ അവർ എടുക്കുന്നുണ്ട്. കാരണം അവരുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ മിസ് ചെയ്ത് തുടങ്ങിയ സമയത്താണ് നിങ്ങളുടെ പേഴ്സൺ ജീവിതത്തെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഇനി നിങ്ങളുടെ സ്നേഹം, ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹത്തെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. ആ ഒരു ജീവിതമാകുന്ന പാഠം അവരെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ആത്മാർത്ഥതയും അതോടൊപ്പം സത്യസന്ധതയും വെച്ച് പുലർത്തണമെന്ന് ഇവർ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് അവരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ നിങ്ങളോട് ആത്മാർത്ഥ ഒരു സ്നേഹമാണ് തോന്നുന്നത്. വെറുതെ ഒരു അട്രാക്ഷൻ അല്ല അവർക്ക് ഇവിടെ തോന്നിക്കൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയം തന്നെയാണ്. അതും ലോങ് ടേം ആയിട്ട് നിങ്ങളുടെ കൂടെ, ഇവിടെ 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്, നിങ്ങളുടെ കൈകൾ പിടിച്ച് അവരുടെ ആ ഒരു ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ആ ഒരു സോൾ കോൺട്രാക്ട് വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്ത് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. വൈകാരികപരമായിട്ടുള്ള ഒരു പുതിയ തുടക്കത്തിലൂടെ പരസ്പര സ്നേഹം കൈമാറി ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളൊരു മാരേജിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ അങ്ങനെ, ഇനി അല്ല നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള വ്യക്തികളാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇനി അല്ല നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അതായത് വെറുതെ ഒരു ടൈം പാസിനോ കുറച്ച് നാളത്തേക്കോ എന്നുള്ള രീതിക്കല്ല, ലോങ് ടേം ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു ബന്ധം, അതാണ് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതിപ്പോ ഏത് രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളുടെ പ്രസൻസ് കൂടിയേ തീരൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട്, കെയറിങ്, ഇതെല്ലാം ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ മുഖേന ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പക്ഷെ ആ ഒരു തെറ്റിദ്ധാരണകൾക്കെല്ലാം ഇപ്പൊ ഒരു ക്ലാരിറ്റി വന്നിരിക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു സൈഡിൽ നിങ്ങളോടുള്ള ഭയങ്കരമായ ഒരു സ്നേഹം, മറു സൈഡിൽ അവർക്ക് ആ ഒരു കുറ്റബോധം, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇവർ ആകെപ്പാടെ ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു ഡൗൺ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഇത്രത്തോളം ഇമോഷണലി വീക്ക് ആവുന്നത്. ഇമോഷണലി വീക്ക് ആണെന്ന് പറഞ്ഞാലും എവിടെയോ അവരുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട്. ആ ഒരു പ്രതീക്ഷയുടെ കിരണങ്ങൾ തന്നെയാണ് അവരുടെ ആ ഒരു ചിന്തകള് മുന്നോട്ടേക്ക് തന്നെ അവരെ നയിക്കാനായിട്ട് പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ ആക്ഷൻസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, ആഴത്തിൽ ചിന്തിക്കുമ്പോൾ, നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സപ്പോർട്ട് ആണെങ്കിലും സ്നേഹമാണെന്നുണ്ടെങ്കിലും ഒരിക്കലും അവസാനിച്ചു പോകുന്നതല്ല. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കൊടുത്തിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളെ ഓർക്കുമ്പോൾ അവരിപ്പോ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അവരുടെ മനസ്സ് ആനന്ദിക്കുന്നുണ്ട്. കാരണം ഒരിക്കലും ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് റിജക്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണത്. ഇമോഷണലി ഇവർ ഭയങ്കരമായിട്ട് വീക്ക് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഇമോഷൻസിനെ എല്ലാം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഡേ ടൈം ആണെന്നുണ്ടെങ്കിലും നൈറ്റ് ടൈം ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഓർമ്മകൾ ഇങ്ങനെ മാറി മാറി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിലും അത് മുന്നോട്ടേക്ക് നയിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ഒരു ക്ലാരിറ്റി ഇവർക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും മനസ്സിനെ ഭയങ്കരമായിട്ട് ഏകാഗ്രമാക്കി വളരെ സ്ട്രോങ് ആയിട്ട് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് ഇവർക്ക് വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞായിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരാനുള്ള സാധ്യതകളുണ്ട്. എങ്ങനെയാണോ ഈ ഒരു സമയത്ത് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത് അതേ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേഴ്സൺ ഫോണിൽ കൂടി ആയിരിക്കാം നിങ്ങളെ പ്രപ്പോസ് ചെയ്തത്, ചിലർ നേരിട്ടായിരിക്കാം. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ കാണുന്നുണ്ട്. 8 ഓഫ് wandsന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു മെസ്സേജ് ആയിട്ടായിരിക്കാം വരുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഡയറക്റ്റ് മീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതകളും ഇവിടെ വരുന്നുണ്ട്. ആ ഒരു മീറ്റ് ചെയ്യുന്നതിലൂടെ ഇവർ ആഗ്രഹിക്കുക എന്ന് പറയുന്ന കാര്യം എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിലനിർത്തുക എന്നുള്ളതാണ്. കാരണം ആ ഒരു പഴയ ഓർമ്മകൾ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്ന സമയത്ത് അവർ ആനന്ദിച്ച അല്ലെങ്കിൽ സന്തോഷിച്ച നിമിഷങ്ങൾ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ലൈഫിൽ ഇത്രയും ഇവരെ സ്നേഹിച്ച ആരും തന്നെ ഇവരുടെ കൂടെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇത്രയും സപ്പോർട്ട് ചെയ്ത ആരും ഇവരുടെ ലൈഫിൽ ഇവർക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഒരു ഓർമ്മകളൊക്കെ ഇവരുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു സൈഡിൽ അവർക്ക് ആ ഒരു സന്തോഷവും ഹാപ്പിനെസ്സും വരുന്നുണ്ടെങ്കിൽ മറു സൈഡിൽ നിങ്ങളെ ഒഴിവാക്കി കളഞ്ഞത് എന്തിനായിരുന്നു എന്നുള്ളത് അവര് തന്നെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ടുള്ള കുറച്ച് സമയം നിങ്ങൾക്ക് നൽകാമായിരുന്നു. നിങ്ങളെ കേൾക്കാനുള്ള ഒരു മനസ്സ് നിങ്ങളോട് കാണിക്കാമായിരുന്നു. അതെല്ലാം ഇവർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ എല്ലാം കൈവിട്ട് പോയി. ഇപ്പൊ എല്ലാം കൈവിട്ട് പോയിരിക്കുന്ന സാഹചര്യമാണ്. എങ്കിലും എവിടെയോ നിൽക്കുന്ന ആ ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ, ആ ഒരു പ്രതീക്ഷയുടെ കിരണങ്ങൾ തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും അടുത്തുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾ അത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്ത്
അവരുടെ എനർജിയിലേക്ക് നിങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിനുള്ള ഒരു തെളിവ് തന്നെയാണത്. ഇവർ എന്തിന്റെയൊക്കെ പുറകെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതെല്ലാം അവിടെ പൂർണ്ണമായിട്ടും വിട്ടിട്ട് നിങ്ങൾക്ക് പ്രയോറിറ്റി നൽകിക്കൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്കുള്ള ഒരു തിരിച്ചുവരവിനുള്ള യാത്രയിലാണ് ഇവരിപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്രയും വളരെയധികം വേദനിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ്. ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണമെന്ന് ഇവർ ചിന്തിക്കുന്നത്. ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോൾ തടസ്സങ്ങൾ ചിലപ്പോൾ പലരുടെ കാര്യത്തിലും ഉണ്ടായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒന്നിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു തടസ്സങ്ങളൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിപ്പോ തടസ്സമായിട്ട് കാണുന്നില്ല. ഒരു സമയത്ത് അത് കണ്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇപ്പൊ ഇവർ ചിന്തിക്കുന്നതിൽ ഇവരുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണം, അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കി കളയാൻ പാടില്ല. ഒരു നീതിപൂർവ്വം നിങ്ങളുടെ ബന്ധത്തിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നീതി നൽകണം. യൂണിവേഴ്സൽ പവറിനെ അവർ അത്രയും വിശ്വസിക്കുന്നുണ്ട്. സ്പിരിച്വലി ഭയങ്കരമായിട്ട് കണക്ഷൻ വന്നിട്ടുണ്ട് ഇവർക്ക്. ഈ ഒരു പ്രപഞ്ച ശക്തിയുടെ സപ്പോർട്ടോട് കൂടി നിങ്ങളുടെ ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ്. അത്രത്തോളം ഇവരുടെ ഹൃദയത്തിലേക്ക് നിങ്ങളെ ചേർത്ത് നിർത്തുക എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അവരുടെ ചിന്തകളിൽ നിങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അത്രയും പ്രയോറിറ്റി അവർ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങൾക്കൊക്കെ ആത്മാർത്ഥമായിട്ട് വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ. അവർ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത് നിങ്ങൾക്കാണ്. കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾക്ക് പ്രയോറിറ്റി നൽകുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ വന്ന് നിൽക്കുന്നത്. ഒരു ട്രാൻസ്ഫർമേഷൻ ഈ ഒരു ബന്ധത്തിൽ അവരായിട്ട് തന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകൾ ഈ ഒരു സമയത്ത് നമുക്ക് നോക്കുമ്പോൾ കാണുന്നത്. അവരുടെ മനസ്സിൽ അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞു നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് നിങ്ങളെ ഇവിടെ കാണിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ലവേഴ്സ് എനർജി ആണെന്നുണ്ടെങ്കിലും 2 of cups ആണെന്നുണ്ടെങ്കിലും വന്നിരിക്കുന്നത്. അത്രയും ഭയങ്കരമായ ഒരു ബോണ്ടിങ് ഉള്ള ഒരു വ്യക്തികളാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പേർക്കാണ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്, എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജീനെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ക്ലൂസിനും കൂടെ എത്രത്തോളം കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തേക്കുക. H എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. വയനാട്, ആയില്യം, ഏരീസ്, കൊല്ലം ഡിസ്ട്രിക്റ്റ്. M എന്നൊരു ലെറ്റർ, ഏരീസ് അഗൈൻ വന്നിട്ടുണ്ട്. V എന്നൊരു ലെറ്റർ, 30, നിങ്ങൾക്കത് 30 ഡേയ്സ് ആയിട്ടും എടുക്കാം. D എന്നൊരു ലെറ്റർ, സെപ്റ്റംബർ മന്ത്. അനിഴം, H അഗൈൻ വന്നിട്ടുണ്ട്. 37, R എന്നൊരു ലെറ്റർ, 1968, തിരുവാതിര. 44, R അഗൈൻ വന്നിട്ടുണ്ട്. P എന്നൊരു ലെറ്റർ, കാലിക്കറ്റ്. V അഗൈൻ വന്നിട്ടുണ്ട്. V വീണ്ടും വന്നിട്ടുണ്ട്. എറണാകുളം. കൊല്ലം അഗൈൻ വന്നിട്ടുണ്ട്. മകം. N എന്നൊരു ലെറ്റർ, 34, ഓഗസ്റ്റ് എന്നൊരു മന്ത്. M അഗൈൻ വന്നിട്ടുണ്ട്. M വീണ്ടും വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം, മലപ്പുറം. M അഗൈൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, അതുപോലെ നിങ്ങളുടെ പേഴ്സന്റെ എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാം വെച്ച് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുക, ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതിരിക്കുക. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.